നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് കൂടെ ചേരുന്നുണ്ട്. ശ്രീ രാജൻ, ഇപ്പോഴിതാ വീണ്ടും ആശങ്ക പടർത്തുകയാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നിപ്പ ഇങ്ങനെ സ്ഥിരീകരിച്ചു വരുന്നത് ജനങ്ങളിൽ ഇനി പുറത്തിറങ്ങാൻ പോലും എല്ലാവരും മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണോ? ഇപ്പോഴെങ്ങനെയാണ് ഈ ഒരു വിവരവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദാംശങ്ങൾ? കാരണം കഴിഞ്ഞ ദിവസം മരിച്ച ആളുടെ മകനാണ്, അതായത് അയാളുടെ കൂടെ ആശുപത്രിയിലൊക്കെ കൂട്ടിരുന്ന ഒരു വ്യക്തിക്കാണ് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? നമസ്കാരം. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ജാഗ്രതയാണ് കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ സമീപ ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ മുനിസിപ്പാലിറ്റി, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി അടക്കമുള്ള കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ. ഹലോ, പറഞ്ഞോളൂ. എന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അദ്ദേഹത്തിന്റെ നിപ്പയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട അദ്ദേഹത്തിന്റെ മകനാണ് പോസിറ്റീവ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി നമ്മുടെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വലിയ നിയന്ത്രണങ്ങളാണ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും പോലീസും ഉൾപ്പെടെയുള്ള ടീമുകളെ വിന്യസിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം നമ്മുടെ പൊതുജനങ്ങൾക്ക് വലിയ ആശങ്കകളുണ്ട്. ആശങ്ക പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 7 വാർഡുകളാണ് നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണുകളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ 10ാം വാർഡ് മോദിക്കൽ വാർഡിലാണ്, പള്ളിപ്പടി എന്ന സ്ഥലത്താണ് നമ്മുടെ മരണപ്പെട്ട നിപ്പയുടെ വാർഡ്. ആ വാർഡിൽ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഇന്ന് പനി സർവേയുമായി ബന്ധപ്പെട്ട് കണ്ടെയ്ൻമെന്റ് സോണുകളെല്ലാം തന്നെ പനി സർവേ നടത്തുന്നുണ്ട്. 70ഓളം വരുന്ന ആരോഗ്യ പ്രവർത്തകരാണ് നിലവിൽ പനി സർവേ ചെയ്യുന്ന. ഓരോ വീട്ടിലും പോയി അവിടെ വല്ല സിംറ്റംസോ അല്ലെങ്കിൽ വല്ല ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഈ രോഗിയുമായി ബന്ധപ്പെട്ട് നേരിട്ട് സമ്പർക്കം ചെലുത്തിയ ആൾക്കാർ നിലവിൽ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലുണ്ട്. എന്തായാലും നമ്മുടെ നിപ്പയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മറ്റുള്ള ജില്ലകൾ കേട്ട അറിവ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നമ്മുടെ ജില്ലയിലേക്ക് നമ്മുടെ പ്രദേശത്തൊക്കെ വന്നതുകൊണ്ട് ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിൽ തന്നെയാണ്. തീർച്ചയായും ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെ അതെങ്ങനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? കാരണം സാധാരണ പോലെ പുറത്തു പോകാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നടക്കുന്നുണ്ടോ? ഈ ഒരു വീട്ടുകാര്യങ്ങൾ അതൊക്കെ സാധാരണ വീട്ടുകാരൊക്കെ ആശങ്കയായിട്ട് പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും ആശങ്ക പല കോണുകളിലും പറയുന്നുണ്ട്. നിലവിൽ ഈ നിപ്പയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീടുകളിൽ ആൾക്കാരോട് ഒതുങ്ങിക്കൂടാൻ നമ്മൾ പറയുന്നുണ്ട്. നിലവിൽ നമ്മുടെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച മുഴുവൻ വാർഡുകളിലും നമ്മുടെ RRT ഗ്രാമപഞ്ചായത്ത് സന്നദ്ധ പ്രവർത്തകരെ നിയമിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളോ മരുന്നോ മറ്റോ വാങ്ങിക്കുന്നതിന് വേണ്ടി അവരെ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ID കാർഡും കൊടുത്തിട്ട് അവർക്ക് അതിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പരമാവധി RRT പ്രവർത്തകരാണ് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോകുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ശരി, വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.